സോ ഇത്രയും വലിയൊരു വണ്ടി കുറെ കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ ആയിട്ട് സർവീസ് കോസ്റ്റും കുറവ്. സോ ഒബ്വിയസ്ലി ഇതിലേക്ക് അവസാനം എത്തിച്ചേർന്നു. ഇപ്പോൾ XUV700 ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും കൂടുതൽ, ഇതിന് കുറച്ചുകൂടെ ബോഡി റോൾ ഉണ്ടായിരിക്കുമോ, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളുണ്ട് ആളുകൾക്ക്. പക്ഷെ പണി വന്നാൽ അവൻ നല്ല പണി ഇങ്ങനെ തന്നോണ്ടിരിക്കും. എല്ലാരും മാറ്റിയതുകൊണ്ട് അത്രേ കിട്ടുന്നുള്ളൂ. വേറെ അതിനും കുറഞ്ഞും കിട്ടുന്നവരും ഉണ്ട്. ഓ അത് ശരി. എവറി ടൈം ഏത് മഹീന്ദ്ര വണ്ടി പോയാലും കല്ലൂർ വരുമ്പോൾ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കട്ടായി പോകും. ₹12,000 മുടക്കി ബ്രേക്ക് പാഡ് മാറ്റിയാൽ അത്രയും കിലോമീറ്റർ കിട്ടുള്ളൂ. കറക്റ്റ്. ഓ, പലർക്കും വളരെ മോശം അനുഭവങ്ങളുണ്ട് മഹീന്ദ്രയിൽ നിന്നും. ബ്രോയുടെ അനുഭവം ബഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ്. സോ അവര് മഹീന്ദ്രക്കാരത്ത് പറയുമ്പോൾ അപ്ഡേറ്റ് വരട്ടെ. നോ അപ്ഡേറ്റ് സോ ഫാർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ സ്കോർപിയോ എന്നുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കോർപിയോ എൻ നമ്മൾ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഒരു ഷോർട്ട് ടേം എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്നൊരു ലോങ് ടേം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2 വർഷമായിട്ട്, അതായത് സ്കോർപിയോ എൻ ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ എൻ സ്വന്തമാക്കിയിട്ട് ഇത്രയും നാൾ യൂസ് ചെയ്തു. ഇതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് Z6 വേരിയൻ്റ് ആണ്. ഈ ഒരു 2 ഇയർ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ യാത്ര കംഫർട്ടിനെ പറ്റിയും വണ്ടിയുടെ മറ്റ് സർവീസ് ഇഷ്യൂവിനെ പറ്റിയും, സർവീസ് ഇഷ്യൂകൾ എന്തെങ്കിലും ഉണ്ടോ, സർവീസ് കോസ്റ്റ് മാത്രമാകുന്നു ഇപ്പോൾ ആളുകൾ ഡൗട്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്കോർപിയോ എൻ ഓർ താർ റോക്സ്. ആ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ കിട്ടുമോ എന്നുള്ളതും, ഇതാണോ നല്ലത് അതോ ഹാരിയർ സഫാരിയിലോട്ടൊക്കെ പോകണോ എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ യൂസറിനോട് തന്നെ ചോദിക്കാം. ഇതുവരെയുള്ള എക്സ്പീരിയൻസിലും നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മഴയൊക്കെയാണ്, വീണ്ടും മഴക്കാലം, ചിലപ്പോൾ നമ്മൾ അകത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ സ്കോർപിയോ എന്നിൻ്റെ 40,000 കിലോമീറ്റർ ഓടിച്ച യൂസർ ഇതാണ്. ഹായ് ബ്രോ, വെൽക്കം ടു ചാനൽ. രോഹിത് ബ്രോ എന്ത് ചെയ്യുന്നു? ഞാനൊരു പെയിന്റ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓൾ കേരള സർഫോകോഡ്സ് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. അവരുടെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓൾ കേരളയാണ്. ഓക്കെ. സോ യാത്രകളൊക്കെ ഒരുപാടുണ്ടാവും. അതെ, അതനുസരിച്ച് വണ്ടിയും ഇമ്പോർട്ടൻ്റ് ആണ്, ചൂസ് ചെയ്യുന്ന വണ്ടിയും. അപ്പം ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്? അതിൽ നിന്ന് എങ്ങനെയാണ് സ്കോർപിയോ എൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? ഞാൻ ആക്ച്വലി വർക്കിന് ഇറങ്ങിയപ്പോൾ തൊട്ടൊരു വെന്റോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു 1.6 TDIയുടെ നമ്മുടെ യൂസിന് ബെസ്റ്റ് ആയിരുന്നു. ഹൈവേ, ഇപ്പത്തെ നമ്മുടെ ഹൈവേയുടെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ. അത് പിന്നെ കുറച്ച് പണിയും വന്നാണ്. ഏകദേശം അതൊരു 89,000 കിലോമീറ്റേഴ്സ് ആയ വണ്ടി. അപ്പൊ അത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, വീഡിയോ കാണുന്നവർ 90% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെഡാൻസ് ആൻഡ് ഹാച്ച് ബാക്സ് ഞാൻ ഒഴിവാക്കുമായിരുന്നു. കാരണം നമ്മുടെ റോഡിന് എൻ്റെ ഓട്ടത്തിനും പരിപാടി സെറ്റ് ആയില്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ പറഞ്ഞൊരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഫുൾ SUVയിലേക്ക് പോകണം. അപ്പൊ ഒരുപാട് നോക്കി. അപ്പോഴത്തെ ഓപ്ഷൻസ് നമുക്ക് ക്രെറ്റ, സെൽട്ടോസ്, സ്കോർപിയോ എൻ, XUV, ഹാരിയർ, സഫാരി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി വെന്റോയ്ക്ക് മുമ്പ് എനിക്കൊരു താറുണ്ടായിരുന്നു. 2015 CRDയുടെ താറുണ്ടായിരുന്നു. 4 വീലായിരുന്നു. അപ്പൊ അതെനിക്ക് ഇഷ്ടമായിരുന്നു. അതിന് ഓട്ടിക്കുന്നതിന്റെ ഒരു പ്രത്യേക റഫ് ആൻഡ് ടഫ് ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് തിരിച്ചു കിട്ടി. അതിന്റെ കോളേജ് ടൈമും ആയിരുന്നു. അപ്പൊ അതൊന്നും തിരിച്ചു കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഓപ്ഷൻസ് വീണ്ടും ചുരുങ്ങി വന്നു. എന്റെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരുന്നു. ക്രെറ്റ, സെൽട്ടോസ് 5 സീറ്റർ ആയതുകൊണ്ട് ഞാനതും ഒഴിവാക്കി. സഫാരിയും ഈ സ്കോർപിയോ എന്നും തന്നെയായിരുന്നു എന്റെ ഓപ്ഷൻസ് എന്ന് പറയാൻ. പിന്നെ XUV 700 ഉണ്ടായിരുന്നു. ഇത് മൂന്ന് നോക്കിയപ്പം സഫാരി എനിക്ക് മെയിൻ ഇഷ്യൂ ടാറ്റ ഒബ്വിയസ്ലി സർവീസ്. ഇതും ബെറ്റർ ആണെന്ന് ഞാൻ പറയും. പക്ഷെ സ്റ്റിൽ അത് പ്രോബ്ലംസ് ഞാൻ പറയാം. ടാറ്റയുടെ സർവീസ് എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അതും ഞാൻ ഫുള്ളി അപ്പം തന്നെ ഫസ്റ്റ് തോട്ടിൽ ഞാൻ അതങ്ങ് വിട്ടു കളഞ്ഞു. പിന്നെ ഉള്ളത് മഹീന്ദ്രയുടെ 2 വണ്ടികളായിരുന്നു. XUVയും 700ഉം ഇതുമായിരുന്നു. ഇത് രണ്ടും ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് മാത്രം ആണ് ആളുകൾ മാറിയെടുക്കുന്നത്. കാരണം എനിക്ക് ഈ പറഞ്ഞൊരു കുറച്ച് റഫ് ആൻഡ് ടഫ്, കുറച്ചൊരു ഹൈറ്റ് കൂടി നമുക്കൊന്ന് ബാഷ് ചെയ്ത് റോഡിൽ കൂടെ പോകാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ് എനിക്ക് താല്പര്യം. കറക്റ്റ്, അത് തന്നെ വേണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഒബ്വിയസ്ലി ഇതിലേക്ക് ചാടി. പിന്നെ ഇതിലേക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുമല്ലോ. വീണ്ടും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. വേരിയൻസ് ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട് ഇതില്. Z2, Z4, Z6, Z8, Z8L,
ഇതിൽ തന്നെ 2 വീല് 4 വീല് ഒരുപാട് വേരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം Z2 ഒഴിവാക്കി, കാരണം അതില് പവർ കുറഞ്ഞ എഞ്ചിനായിരുന്നു, 130 ഹോഴ്സ് പവറിന്റെ എഞ്ചിനായിരുന്നു. സോ അത് ഇത്ര വലിയ വണ്ടിക്ക് ആകത്തില്ല. പിന്നെ വന്നത് ഇതിന്റെ എഞ്ചിനാണ് 172, അത് Z4 തൊട്ടാണ് ഉണ്ടായിരുന്നത്. Z4 നോക്കിയപ്പോഴും ഫീച്ചേഴ്സ് കുറവായിരുന്നു, സ്റ്റീൽ വീൽസും കാര്യങ്ങളൊക്കെ അതിൽ വന്നായിരുന്നു തോന്നുന്നു ആ ടൈമിൽ, കറക്റ്റ് ഓർമ്മയില്ല. ഈ സൺറൂഫും കാര്യങ്ങളില്ലായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്, വല്ലപ്പോഴും പോകുമ്പോൾ യൂസ് ചെയ്യാൻ നല്ലൊരു ആഗ്രഹത്തിന് വേണ്ടി, കാരണം ഇത്രയും നാളത്തെ വണ്ടിയിൽ ഇല്ലായിരുന്നു ഈ സാധനം, അപ്പൊ അതൊരു ആഗ്രഹത്തിന് മേലെ വെച്ചതാണ്. അപ്പൊ Z6 ആക്കി. Z8 പോകാത്തെന്ന് പറഞ്ഞാല് അതിന് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് എന്റെ ആവശ്യത്തിന് കേട്ടോ, പറഞ്ഞ അലോയ്സും അങ്ങനത്തെ സാധനങ്ങളും എനിക്ക് അതിന്റെ യൂസ് ഇല്ല. അപ്പൊ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ റൈനോന്റെ അലോയ്സോ അതിലോട്ടൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളൂ. കമ്പനി സ്റ്റോക്ക് അലോ എനിക്ക് പ്ലാനേ ഇല്ല. അപ്പം മേലോട്ടുള്ള വേരിയന്റ് വിട്ടു. പിന്നെ 2 വീൽ 4 വീൽ എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് 4 വീലിന്റെ സത്യം പറഞ്ഞ ഒരു ആവശ്യമില്ല. ഉള്ള തട്ടിപ്പ് ഓഫ് റോഡ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ പരിപാടി നടന്നു, നല്ല ടയറും ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടക്കും. ഇല്ല, ഭയങ്കര ഓഫ് റോഡ് ഒന്നും ചെയ്യാം. കുറച്ചാളെ ഉണ്ടായിരുന്നു, ഒരു 1.5 ഇയർ എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്ര ഞാൻ യൂസ് ചെയ്തത്. കോളേജ് ടൈം ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ടൈമും ഇല്ല, നമുക്ക് അസൈൻമെന്റ് കാര്യമായിട്ടുള്ള ഓട്ടോ ആയിരുന്നു. അപ്പൊ അങ്ങനെ 4x4 വേണ്ടെന്ന് തീരുമാനിച്ചു. 4x4 വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ 2 വീലാക്കി. Z6, പിന്നെ ഡീസൽ, ഒബിയസ്ലി ഡീസൽ എല്ലാരും പറയുന്നത്. അപ്പോ Z6 ഓൺ റോഡ് എത്രയായിരുന്നു പ്രൈസ്? Z6 എനിക്ക് ഓൺ റോഡ് 19.75 ആയിരുന്നു. 19.75. പിന്നെ കുറച്ച് ആക്സറീസും ചെയ്തപ്പം 20 ആയി. അപ്പം മെറ്റ് അതിനുശേഷം പ്രൈസ് വെച്ച് കമ്പാരിസൺ ഉണ്ടായിരുന്നോ? മെറ്റ് ബ്രാൻഡ്സ്, മെറ്റ് കാർസ് പ്രൈസ് കമ്പാരിസൺ ഉണ്ടായിരുന്നു. കാരണം ഈ കറക്റ്റ് നോക്കിയപ്പോഴും 7 സീറ്റർ അല്ല 5 സീറ്റർ ആണ്. എന്നാലും ഞാനതൊരു ഓപ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരുന്നു. അതും പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിയപ്പം എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട്, കാരണം ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഓട്ടത്തിന് നമ്മുടെ ഒരു എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. 7 സീറ്റർ അല്ല ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വെർട്ടസ് സത്യം പറയാം എനിക്ക് വോക്സ്വാഗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ വെന്റോ ഈ പറഞ്ഞ 89,000 കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ബ്യൂട്ടിഫുൾ കാറാണ്. പക്ഷെ പണി വന്നാൽ അവൻ നല്ല പണി ഇങ്ങനെ തന്നോണ്ടിരിക്കും. വെന്റോയുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടല്ലേ. അതെ. പക്ഷെ വോക്സ്വാഗൺ 2.0 വന്നതിന് ശേഷം അത്ര എനിക്ക് പെട്രോളേ ഉണ്ടായിരുന്നുള്ളൂ, ഡീസൽ ഇല്ലായിരുന്നു. അതും എനിക്കൊരു ഡ്രോബാക്ക് ആയിരുന്നു. പെട്രോൾ ആയിരുന്നോ വെന്റോ? അല്ലല്ല, വെന്റോ ഡീസൽ ആയിരുന്നു. വെർട്ടസ് വരുന്നത് പെട്രോൾ അല്ലേ ഉള്ളൂ. സോ അതും എനിക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞു. പിന്നെ മൈലേജ് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി പോയി. ഇതൊക്കെ കൺസിഡർ ചെയ്യാൻ മൈലേജ് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. വെർട്ടസ് എടുക്കുന്നെങ്കിൽ GT-ലേക്ക് പോകണം, ടർബോയിലേക്ക് പോകണം, അതിലേക്ക് പോകണം. പക്ഷെ അതില് മൈലേജ് നോക്കിയപ്പം 8-9 യൂസ് ചെയ്യുന്നവർ പറഞ്ഞു. ഇതിന്റെ മൈലേജ് നോക്കിയാൽ 13-14. സോ ഇത്രയും വലിയൊരു വണ്ടി, കുറെ കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ ആയിട്ട് സർവീസ് കോസ്റ്റും കുറവ്. സോ ഒബ്വിയസ്ലി ഇതിലേക്ക് അവസാനം എത്തിച്ചേർന്നു. പർച്ചേസ് 1.5 യൂസ് ചെയ്യുന്നവർക്ക് 15+ ഒക്കെ കിട്ടുന്നവരുണ്ടായിരുന്നു. പക്ഷെ ബ്രോ ചോദിച്ചവരോടൊക്കെ ഞാൻ ആക്ച്വലി അന്വേഷിച്ചു. അതായത് ഡയറക്റ്റ് എനിക്ക് അറിയാവുന്നവർ യൂസ് ചെയ്യുന്നവർക്ക് ചോദിച്ചു, അവര് പറഞ്ഞത് ഉള്ളതാണ് പറഞ്ഞത്. ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഡ്രൈവിന്റെ വെച്ചിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ സ്കോർപിയോ എന്നിലേക്ക് എത്തി. ഓക്കെ, അപ്പം ഒരു 19 lakhs 20 lakhs താഴെ കിട്ടാവുന്ന ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പൊതുവെ പറയാൻ പറ്റും. കാരണം ഇത്ര വലിയൊരു വണ്ടി, 7 സീറ്റർ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിയയുടെ ക്യാരൻസ് എടുക്കണമെങ്കിൽ പോലും 20 lakhs, ഒരു MPV ആണ്, 7 സീറ്റർ ആണ്. അത്രയും ഒരു രീതിയിൽ ഒരു സ്കോർപിയോ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതിനകത്ത് കിട്ടിയിരിക്കുന്ന കംഫർട്ടും അതിന്റെ ഡ്രൈവ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇതിന്റെ ഒരു എൻജിൻ വൈസ് അതിന്റെ ഒരു റെസ്പോൺസും അതൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് അറിയേണ്ടത്. എൻജിൻ മെക്കാനിക് സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എൻജിനാണ് യമഹോക്കിന്റെ എൻജിൻ. പണ്ടോട്ടേ അത്യാവശ്യം എല്ലാ എൻജിൻസും പണ്ട് സ്കോർപിയോട്ട് ഉണ്ടായിരുന്നു, യമഹോക്ക് ഉണ്ടായിരുന്നതാണ്. എൻജിൻ വൈസ് എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. അതായത് പവറിന് യാതൊരു ബ്യൂട്ടിഫുൾ, പ്രത്യേകിച്ച് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് വരുമല്ലോ വണ്ടി. അപ്പുറത്ത് വണ്ടി വന്നാലും നമുക്ക് എത്തിച്ചേർന്ന് വരും, പെടാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഇത് തരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഒബിയസ്ലി മാനുവൽ, അത് എന്തായാലും ഞാൻ മാറ്റി പിടിക്കത്തില്ല. എത്ര ഓട്ടോമാറ്റിക് എന്നാലും ഞാൻ മാനുവലേ പിടിക്കത്തുള്ളൂ. അപ്പം അതിന്റെ ഒരു കോൺഫിഡൻസും ഉണ്ട് റണ്ണിങ്ങില്. പിന്നെ മെയിൻ്റെനൻസ് ആയാലും വലിയ പണിയൊന്നും വരുന്നില്ല. ഇപ്പൊ 40,000 ആയി, അടുത്ത സർവീസിന് ടൈം ആയി. ഇതുവരെ എത്ര സർവീസ് ആയി?
ഇപ്പം 30,000 സർവീസ് കഴിഞ്ഞു. അതായത് ഓരോ 10,000 സർവീസ് വരുന്നത്. 40,000 39 ആയിട്ടുണ്ട്. അപ്പോൾ 10,000 വെച്ച് സർവീസിന് എന്തെങ്കിലും പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും എടുത്തില്ല. നോർമൽ സർവീസ് ചെയ്ത് പോകുന്നു. എത്ര കോസ്റ്റ് ആവുന്നുണ്ടായിരുന്നു? എനിക്കൊരു 7,000 8,000 ഇതുവരെ. ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 9-10 അടുപ്പിച്ച് വരും 40യുടെ സർവീസ്. ഓക്കെ. സർവീസ് ചെയ്യുന്നത് ഒരു ടാറ്റയും മഹീന്ദ്ര വലിയ അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. ടാറ്റ ഒത്തിരി താക്കാനും പറ്റില്ല വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒക്കെയാണ്. എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് വേണേൽ പറയാം. അപ്പം പലർക്കും വളരെ മോശം അനുഭവങ്ങളുണ്ട് മഹീന്ദ്രയിൽ നിന്നും. ബ്രോയുടെ അനുഭവം? എല്ലാ കമ്പനിക്കും പ്രശ്നങ്ങളും ഉണ്ട്, ഇതുമുണ്ട്. ഞാൻ പ്രശ്നങ്ങളും പറയുന്ന ഒരാളാണ്. ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ കുറ്റങ്ങളും പറയും, നല്ലതും പറയും. കുറ്റങ്ങള് പറയുകയാണെങ്കിൽ സർവീസ് സെന്റർ സിമ്പിളായിട്ട് പറയാം. എനിക്കിപ്പം ഞാൻ കൊടുക്കുന്നത് ചിലപ്പം ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും. എറണാകുളത്ത് ഞാൻ കൊടുക്കത്തില്ല. ഒരു ബാഡ് ഒരു ഇതുണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം തൃശ്ശൂർ എറാമിലാണ് കൊടുക്കുന്നത്. അവിടത്തെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം താല്പര്യമുണ്ട്. അവരായിട്ടും ആൾക്കാരായിട്ടും അത്യാവശ്യം ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കുഴപ്പമില്ല നമുക്ക്. ഇപ്പം ട്രിവാൻഡ്രത്തെ ആയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് വാഷിങ്, ഇന്റീരിയർ വാഷിങ്ങും കാര്യങ്ങളൊക്കെ സർവീസിന് ഒരു സർവീസ് കൊടുത്തായിരുന്നു. ഇന്റീരിയർ വാഷിംഗ് ഒന്നും മോശമായിരുന്നു. ഞാൻ കമ്പനിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചു. അവര് SSC മറ്റേ പെരുക്കടയുള്ളൊരു ഡീലറാണ്. അപ്പം അവരെനിക്ക് ഫ്രീ ആയിട്ടൊരു ബോഡി വാഷിന്റെ ഒരു കൂപ്പണൊക്കെ തന്നു. ലാസ്റ്റ് ടൈം അപ്പൊ ഞാൻ അത് ക്ലെയിം ചെയ്യാൻ പോയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇപ്പം പറ്റത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരണം. ഇപ്പം വണ്ടി ഫുള്ള് തിരക്കാണ്. ഇപ്പം എപ്പം പോയാലും അവർ അത് തന്നെയാണ് പറയാനും പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂസ്, കാർഡ് സത്യം പറഞ്ഞ വെറുതെ ഇരിക്കും, അപ്പൊ യൂസ് ചെയ്യാതെ അങ്ങനെ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. ഡീലിങ്സും റേറ്റിന്റെ കാര്യമായാലും ഡീലിങ്സ് എല്ലാം ഓക്കെയാണ്. കസ്റ്റമർ സർവീസും കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇവിടെ 2 സർവീസിന് കൊടുക്കുന്നത്. ഈ 10,000 സർവീസ് കോസ്റ്റും വരുന്നു. ഇനിയിപ്പോ വരുന്നത് കുറച്ചുകൂടെ മേജർ സർവീസ് മീൻസ് ബ്രേക്ക് പാഡ് ഞാൻ 25 മാറ്റി. എല്ലാരും മാറ്റിയതുകൊണ്ട് അത്രേ കിട്ടുന്നുള്ളൂ. വേറെ അതിനും കുറഞ്ഞ് കിട്ടുന്നവരും ഉണ്ട്. അത് ശരി. ഇന്നലെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സ്കോർപിയൻ ട്രൈബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. എറണാകുളം തൃശ്ശൂർ ട്രിവാൻഡ്രം കേരള ബേസ് ഗ്രൂപ്പാണ്. അപ്പൊ അതില് നമ്മൾ ഈ ഡെയിലി ഓരോരുത്തരുടെ ഇഷ്യൂസും കാര്യങ്ങളും പറയും. ചിലപ്പം എനിക്കറിയാവുന്നവരെ അവർക്ക് അറിയായിരിക്കും, അവർക്ക് അറിയത്തില്ല, അത് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതില് ഓരോരുത്തരും പറയും 15,000, ചിലർ 20,000 ബ്രേക്ക് പാഡ് പോയിട്ടുണ്ട്, ചിലർ 18,000 ബ്രേക്ക് പാഡ് പോയവരുണ്ട്. ബ്രേക്ക് പാഡ് രണ്ടും കൂടെ ലേബർ അടക്കം ചേഞ്ച് ചെയ്യാൻ ഏകദേശം ഒരു 12,000 റുപ്പീസ് വരും. ഫ്രണ്ടും ബാക്കും കൂടെ മാറ്റേണ്ടി വരും. അപ്പൊ ഒരു മാക്സിമം ഒരു 25-26K കിലോമീറ്റേഴ്സിൽ എന്തായാലും ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. 12,000 രൂപ മുടക്കി ബ്രേക്ക് പാഡ് മാറ്റിയാൽ അത്രയും കിലോമീറ്റർ കിട്ടുള്ളൂ. കറക്റ്റ്. ഓക്കെ. പിന്നെ ടയർ ലൈഫ് 40,000 ആയി. സ്റ്റോക്ക് വന്നത് MRFന്റെ വാണ്ടർ എന്ന് പറഞ്ഞ ടയറാണ്. എന്റെ 17 ഇഞ്ചാണ്. എനിക്കിപ്പോ 40,000 ആയി, മറാറായി. വെച്ചാൽ നാളെ തന്നെ മാറേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു 40 എല്ലാവർക്കും ആ ഒരു റേഞ്ച് തന്നെ, ഒരു 38-40 കിട്ടുന്നുണ്ട്. സ്റ്റോക്ക് ടയർസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ഇപ്പം ടയർ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പം പറഞ്ഞ ഗ്രൂപ്പിൽ ഒരുപാട് ഡിസ്കഷൻ നടന്നു. യോക്കോഹാമയുടെ ജിയോ ലാൻഡർ എന്ന് പറഞ്ഞൊരു ടയറുണ്ട്. അതാണ് ഇപ്പൊ ഉള്ളതില് സ്കോർപിയോക്ക് ബെറ്റർ ടയർ. അതാണ് ലൈഫ് ആയാലും സ്റ്റിക്കിങ് ഉണ്ട് ഗ്രൗണ്ടിലോട്ടും. 17 ഇഞ്ചിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. 18-നും ഏകദേശം ഒരു 13,000 രൂപ. 13,000. നമ്മളിപ്പം ഗ്രൂപ്പായിട്ട് പോവാണെങ്കിൽ കുറച്ച് ഇപ്പൊ ഞാൻ റേറ്റ് എടുത്തപ്പോ ഒരു 12,500 13,000 അവര് പറയുന്നുള്ളൂ. 4 വണ്ടി മാറ്റാറായിരുന്നു. ആക്ച്വലി ഈ പറഞ്ഞ 14-15 രൂപ ടയറിന് വരും. ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ. അതൊക്കെയാണ് സർവീസിന്റെ കാര്യങ്ങൾ. വേറെ ടയേഴ്സ്, വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ സർവീസ് എക്സ്പീരിയൻസിൽ? ഓരോ സർവീസിന് ചെന്നപ്പോഴും എന്തെങ്കിലും എക്സ്ട്രാ കംപ്ലൈന്റ് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇതൊന്ന് ചെക്ക് ചെയ്ത് തരും, അതിനൊരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെ വല്ലതും പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മഹീന്ദ്ര വണ്ടികൾക്കും ഇപ്പം പ്രശ്നമുള്ളത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിന്റെ ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് എന്തോ സാറ്റലൈറ്റ് ഇഷ്യൂ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചില സ്പെസിഫിക് ഇപ്പൊ നമ്മുടെ കലൂര് പോവാണെങ്കിൽ കട്ടാവും. എവറി ടൈം ഏത് മഹീന്ദ്ര വണ്ടി പോയാലും കലൂര് വരുമ്പോ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കട്ടായി പോകും. ആ ഒരു ഏരിയ ബേസ്ഡ് ആണ് ഈ സാധനം. അത് കഴിയുമ്പോഴത്തേനും തിരിച്ചറിയും വരികയും ചെയ്യും. പല വീഡിയോസിലും പല വണ്ടികളുടെ ഇങ്ങനെ എല്ലാ മഹീന്ദ്രയുടെ ഇഷ്യൂ സോഫ്റ്റ്വെയറിന് ഈ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇഷ്യൂ ഫോൾട്ട്സ് ഉണ്ട്. ചിലപ്പം ഈ നമ്മുടെ അനലോഗ് മീറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യത്തില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സാധനം ഫുള്ള് കറങ്ങി തിരിച്ചു വരുള്ളൂ. ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ഇതും ബ്ലാക്ക് ആയി പോകും. ഇലക്ട്രിക്കൽ ഫോൾട്ട്സ്
അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ബഗ് ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, കണ്ടിന്യൂയിങ് ആണ്. അവര് മഹീന്ദ്രക്കാരത്ത് പറയുമ്പോൾ അപ്ഡേറ്റ് വരട്ടെ, നോ അപ്ഡേറ്റ് സോ ഫാർ. അങ്ങനെ ഒരു ഇഷ്യൂ എല്ലാ പ്രാവശ്യവും സർവീസിന് പോകുമ്പോൾ പറയേണ്ടി വരുന്നുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും AC-യുടെ കംപ്ലൈൻസോ അല്ലെങ്കിൽ സ്വിച്ചസിന്റെയോ ലൈറ്റ്സിന്റെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ? ലൈറ്റ്സിൻ്റെത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോക്ക് ഇതിന്റെ ലൈറ്റ് വരുന്ന ബൾബാണ്, വെട്ടമില്ല. ഞാനത് മാറ്റി, ഹാലജൻ തീരെ പോരായിരുന്നു. പിന്നെ ഞാനത് മാറ്റി ഇപ്പം മറ്റേ മാക്സ് ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു LED 150 വാട്ട് LED ആ വെച്ചേക്കുന്നത്. അല്ലാണ്ട് സ്റ്റോക്കിൽ റണ്ണിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ഫോൾട്ട് എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഫിറ്റും ഫിനിഷും കാര്യങ്ങളും കുറച്ച് അവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അതും അഗൈൻ ഒരു മഹീന്ദ്ര ക്യാരക്ടറിസ്റ്റിക് സ്റ്റിൽ മെയിൻറ്റെയിൻ, ലെഗസി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല ഇതിലൂടെ. ബട്ട് അതിന്റെ ഇഷ്യൂസ് ഒരുപാട് ബോഡി ഔട്ടർ ബോഡിയിലുണ്ട്. ഇന്നർ ബോഡി നോക്കിയാലും അവിടെ ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓൾറെഡി ഒരു താർ എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് അതിന് നല്ല ഇഷ്യൂ അല്ല. അത് വണ്ടിയോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു പ്രേമം കൊണ്ട് അങ്ങ് ഓടിച്ച് സ്വന്തമാക്കുന്ന ഒരു വണ്ടിയാണ് അത്. അത് വെച്ച് നോക്കുമ്പോ ഇതില് കംഫർട്ട് എക്സ്ട്രാ ആണ്. ഓക്കെ, സോ പിന്നെ AC-യുടെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, നല്ല കൂളിംഗ് ആണ്. ടാറ്റയുടെയും മഹീന്ദ്രയുടെയും കൂളി കുറച്ച് തരാം. ടാറ്റയുടെയും മഹീന്ദ്രയുടെ AC മുട്ടണ്ട, രക്ഷയില്ലാതെ കൂളിംഗ് ആണ്. പിന്നെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാല് മൂന്നാമത്തെ റോയില് വെന്റില്ല. ഇല്ല. ഇതിലായാലും താഴത്തെ ഈ ഹാൻഡ് ആംറസ്റ്റിന്റെ ബാക്കിലുള്ള ഒരു വെന്റ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. അത് ടോപ്പ് എല്ലാ മോഡലിനും അതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ 9 lakhs റെനോൾട്ട് ട്രൈബർ ചെയ്തിരുന്നു. അതിന് 3 റോയിലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. ഓക്കെ, അതല്ല, അത് ഭയങ്കര ഒരു ഫോൾട്ട്. കാരണം നല്ല സണ്ണി ടൈം ഒക്കെ ആണെങ്കിൽ ബാക്ക് ഇരിക്കുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഒന്നാമതെ അവർ ക്ലോസ്ട്രോഫോബിക് ആണ്, ചെറിയ വിൻഡോ ഒക്കെ ഉള്ളൂ സൈഡിൽ. ഈ തേർഡ് റോയില് യൂസ് ഉണ്ട് മിക്കവാറും അല്ലേ? എനിക്ക് ഇല്ല, എനിക്ക് ലോങ് പോകുമ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ടെന്ന്, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ടെന്ന്. അതെ, അങ്ങനെ യൂസ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് അവിടെ ആളിരിക്കുമ്പോ? ബുദ്ധിമുട്ടാണ്. മീൻസ് ഒരു അഡൽട്ടിന് ഇരിക്കാൻ പറ്റുമോ? ക്രാംഡ് ആണ്. ഇച്ചിരി സൈസ് എന്നെ പോലെ സൈസുള്ള ആളാണെങ്കിൽ നടക്കത്തില്ല, നല്ല ക്രാംഡ് ആയിട്ടിരിക്കണം. ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരാളെ ഇരുത്തും, മറ്റേ സൈഡില് ലഗേജ് വെക്കാനായിട്ട് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരാളിരിക്കുമ്പോ കുഴപ്പമില്ല, കാലൊക്കെ സെന്ററിൽ സ്പേസും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സർവീസ് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഇനിയും ചോദിക്കാനുള്ളത് വണ്ടിയുടെ ലോങ് ഡ്രൈവ് കംഫർട്ടാണ്. ഇൻ 2 years 40,000 kilometer ആയി. കേരളത്തിന്റെ ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഓട്ടം ഉണ്ടാവാൻ വഴിയുണ്ട് അല്ലേ, ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട്, പെയിന്റ്സിന്റെ അല്ലേ? ഔട്ട് ഓഫ് കേരള പോകാറുണ്ടോ? ഔട്ട് ഓഫ് കേരള അങ്ങനെ പോകാറില്ല. ഒരു സിംഗിൾ ഡ്രൈവിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്, ലോങ്ങസ്റ്റ് ഡ്രൈവ്. ഓക്കെ, കേരളം തന്നെ ലോങ് ആണ്. അപ്പം ആ ഒരു ഡ്രൈവില് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണം വരുന്നുണ്ടോ? ഇപ്പോൾ XUV700 ആണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈവ് കംഫർട്ട് ആയിരിക്കും കൂടുതൽ, ഇതിന് കുറച്ചുകൂടെ ബോഡി റോൾ ഉണ്ടായിരിക്കുമോ? അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളുണ്ട് ആളുകൾക്ക്. ഓക്കെ, ആക്ച്വലി ബോഡി റോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ ഫ്രണ്ട് സീറ്റിൽ അനുഭവപ്പെട്ടില്ല, ബാക്ക് സീറ്റുള്ളവർ എന്തായാലും നല്ല ഫീൽ ആവും. 700 യൂസ് ചെയ്തിട്ടുണ്ട്, 700 ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിൽ എങ്ങനെയാന്നുള്ളത് കമ്പാരിറ്റീവ്ലി പക്ഷെ അത് ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. കാരണം കുറച്ചുകൂടെ ലോ പ്രൊഫൈലാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതലാണ് വണ്ടിക്ക്. നമ്മുടെ പോലെ ഇതല്ലല്ലോ, പക്കാ ബോക്സ് ടൈപ്പ് അല്ലല്ലോ, മോണോക്കോക്കാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് എന്തായാലും ഡെഫിനറ്റ്ലി മോർ കംഫർട്ടബിൾ ആയിരിക്കും 100%. ഇതില് അപ്പൊ ലോങ് ഡ്രൈവില് ഡ്രൈവർ സൈഡിൽ കുഴപ്പമില്ല. ആക്ച്വലി ലോങ് ഡ്രൈവ് ഞാൻ പോയിട്ടുണ്ട്, സോറി ഞാൻ മറന്നുപോയി. ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട്, അതൊക്കെ മറക്കാം. എറണാകുളം ടു ഗോവ, ബാക്ക് ഫ്രം ഗോവ ടു ട്രിവാൻഡ്രം. ഓക്കെ, ഒരു 1000 അല്ല, ഓൺ സൈഡ് 1000 പോയിട്ടുണ്ട്. അത് ഓക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാം മാറിയാണ് വണ്ടി ഓടിച്ചത്, കുഴപ്പമില്ല. അത്യാവശ്യം വലിയ ക്ഷീണവും കാര്യങ്ങളും ഇല്ലാണ്ട് എത്തി. പിന്നെ നമ്മൾ നിർത്തിയാ പോയത്, സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ചെയ്യും, ജസ്റ്റ് ഭക്ഷണം നിർത്തി ഇങ്ങനെ പോയതുള്ളൂ. ഓക്കെ, അപ്പം വെന്റോയെ വെച്ച് കമ്പയർ ചെയ്യാനൊക്കെ ഇല്ല എങ്കിലും ചോദിക്കുകയാണ്, ഒരു സെഡാന്റെ കംഫർട്ട് വെച്ചിട്ട് ഇതിന്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടില്ല. ഇല്ല, കാരണം നമ്മുടെ കുതിരാൻ ഹൈവേയില് ഞാൻ നല്ല സ്പീഡിൽ പോകാറുണ്ട്. സ്പീഡ് ഏതാണെന്ന് ഞാൻ അത്ര പറയുന്നില്ല, കുതിരാൻ ഹൈവേ എന്ന് പറയാതെ. അപ്പോൾ അവിടെ കൂടെ പോകുന്നതിന്റെ, ഞാൻ അതിൽ പോയത് എനിക്കറിയാം, ഇതിൽ പോകാൻ പറ്റുന്ന എനിക്കറിയാം. ഇതില് പോകാൻ പറ്റും, പ്രശ്നമില്ല. ഒന്ന് നമുക്ക് ആ ഒരു വണ്ടി നമ്മളെ കൺട്രോളിൽ നിൽക്കുമെന്നൊരു ഇത് കിട്ടുന്നില്ല. കാരണം ഹൈറ്റും ഉണ്ട്, പിന്നെ
എയർ പിടിക്കുന്നുണ്ട്. ഓഹോ ഭയങ്കര ഇത്ര സൈസുള്ള വണ്ടിയാണ്, ഓബിയസ്ലി എയർ പിടിക്കും. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ കാരണം ജസ്റ്റ് ഒന്ന് വെട്ടിയാലും വണ്ടി ടംബിൾ ചെയ്യാൻ വെരി ഈസിയാണ്. ഈ എയർ ഇത്രയും പിടിക്കുന്നതാണ്. നമ്മൾ ഗ്ലാസ് തുറക്കുമ്പം സൗണ്ട് ഭയങ്കര സൗണ്ട്. ഇപ്പൊ വെന്റോ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, ഇപ്പൊ സ്ട്രീം ലൈൻഡ് വണ്ടിയാണ്. എയറോഡൈനാമിക്സ് കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നില്ല, നമുക്ക് പോകാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബോക്സി ഷേപ്പ് നല്ല എയർ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എയറിന്റെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നുണ്ട്. നമുക്ക് ആക്സിലറേഷൻ കൊടുത്താലും ഒരു 120 മേളിൽ അങ്ങോട്ട് കയറത്തില്ല. അതാണ് കംഫർട്ട് സോൺ. ഓക്കെ, അതാണ് ആ ഒരു കാര്യത്തിന്റെ എക്സ്പീരിയൻസ്. അപ്പോൾ സ്കോർപിയോ എന്നിന്റെ Z6 വേരിയന്റ് ആണ്, 19 lakhs വേരിയന്റ് ആണ്. ഇതിൽ കിട്ടിയിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സൺറൂഫ് ഒരു ഇതായിരുന്നു എനിക്ക്. ബാക്കിൽ 2 വണ്ടിക്ക് സൺറൂഫ് ഇല്ലായിരുന്നു. Z6 തൊട്ടാണ് ഈ സൺറൂഫ് വന്നത്. സോ ഒബ്വിയസ്ലി അത്. പിന്നെ സ്ക്രീൻ ഇത് തന്നെയാണ് എല്ലാ വണ്ടിയിലും, ടോപ്പ് മോഡലിലും സെയിം വയർലെസ് കാർപ്ലേ ആണ്, ആൻഡ്രോയിഡ് ഓട്ടോ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും യൂസ് ചെയ്യുന്ന ഞാൻ ഫീച്ചർ ക്രൂസ് കൺട്രോൾ ആണ്. എനിക്ക് നല്ല യൂസ് ഉണ്ട്. ഇനിയിപ്പോ ഹൈവേ ഓട്ടോ ആയതുകൊണ്ട് നമുക്കൊരു പഴയ സിറ്റിയൊക്കെ ഓർമ്മയാണെങ്കിൽ ഒരു 60ക്ക് മേളിലേക്ക് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പഴയ 60 ID ടെക് വന്ന ടൈം. ഇതിൽ അങ്ങനെയില്ലേ, നമുക്ക് ഒരു 30ക്ക് ഇട്ടാലും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമാണ്. ഞാൻ യൂസ് ചെയ്യത്തില്ല ആ ടൈം. പറഞ്ഞ എറണാകുളം തൃശ്ശൂരോ കോട്ടയൊക്കെ പോകുമ്പോ നല്ല റോഡൊക്കെ കിട്ടുവാണെങ്കിൽ അടിച്ചിട്ട് പോകാൻ പറ്റും. 80-90 ഇട്ട് നമുക്ക് ക്രൂസ് ഇട്ട് സുഖമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. ഏർലി മോർണിംഗ് ഡ്രൈവ് ആയിരിക്കുമല്ലോ കൂടുതൽ, അല്ല നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ? എനിക്ക് മോർണിംഗ് ഡ്രൈവ്സ് ആണ്. പറഞ്ഞ വർക്കിന് പോന്നാലും തൃശ്ശൂരിന്ന് പാലക്കാടൊക്കെ പോകും. അപ്പം പറഞ്ഞ കുതിരാൻ റോഡ് പോയിട്ട് പോകുമ്പോൾ ജസ്റ്റ് ക്രൂസ് ഓണൊക്കെ സ്മൂത്ത് ആയിട്ട് ഭയങ്കര കൺവീനിയന്റ് ആണ് അത്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ആംബിയന്റ് ലൈറ്റ്സ് വേറെ ചെയ്തു. ആംബിയന്റ് ലൈറ്റിംഗ് എക്സ്ട്രാ ചെയ്തു. ഒരു ഡെൽറ്റ കാർസ് തൃശ്ശൂരിലെ ഒരു ടീമാണ്, അവര് ചെയ്തു. അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടി, നല്ലതായിട്ട് ചെയ്തു. പിന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ട്, 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സാപ്പ്, സിപ്പ്, സൂം എന്ന് പറഞ്ഞിട്ട്. നോർമലി സാപ്പിലാണ് കിടക്കാറ്. പിന്നെ സിപ്പ് എന്ന് പറയുന്ന ഒരു എക്കണോമി ആ ഒരു റേഞ്ചാണ്, മൈലേജ് റേഞ്ചാണ്. പിന്നെ നമുക്ക് സൂം എന്ന് പറയുന്നത് പവർ കൂടിയ സൂം റേഞ്ചാണ്. ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ, വലിയ യൂസ് വരുന്നില്ല. സിറ്റിയിലേക്ക് കയറുമ്പോൾ ഞാൻ മറ്റേ സിപ്പ് ആക്കും, എക്കോ മോഡ് ആക്കും. സൂം മോഡ് ഞാൻ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാം. ഉണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോ ഇപ്പൊ കണ്ടെയ്നറൊക്കെ പോകുമ്പോ അതിനെ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് സൂം ആക്കും, ഓവർടേക്ക് ചെയ്യും, തിരിച്ച് നോർമൽ മോഡ് ആക്കി പോകും. അത്രയും യൂസ് ഉണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ആവശ്യത്തിനുണ്ടോ? സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് ആവശ്യത്തിനുണ്ടോ? ആവശ്യത്തിനുണ്ട്, അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇതേപോലെയൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ ചില്ലറ ഇതൊക്കെ വിട്ട് വെക്കാനായിട്ട് മാത്രം. സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പണ്ട് തൊട്ടേ മഹീന്ദ്ര ആ കാര്യങ്ങളിൽ ഒഴികെ ബാക്കി വണ്ടികളൊക്കെ അത്യാവശ്യം എല്ലാ സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മഴയൊക്കെ തോന്നുന്നു. നമുക്കിനി പുറത്ത് പോയിട്ട് നമുക്ക് താർ റോക്സുമായിട്ടുള്ള കമ്പാരിസൺ ചോദിക്കാം. റോക്സ് ഓർ സ്കോർപിയോ, ഇതിന്റെ കാര്യങ്ങൾ. നമ്മൾ ഷൂട്ട് നിർത്തിയെന്ന് വിചാരിച്ച് മഴയൊക്കെ മാറി, അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. താർ റോക്സ് ഇറങ്ങിയതിന് ശേഷം അത് മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? റോക്സ് കണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കുറച്ച് ഈ പറഞ്ഞൊരു നമ്മുടെ ജീപ്പിൻ്റെ ഒരു കോപ്പി എന്നൊരു പേര് വന്നു. ഓക്കെ. അപ്പം അതോടെ കുറച്ച് ഇൻട്രസ്റ്റ് പോയി. പിന്നെ അതിൻ്റെ ലുക്ക് എനിക്ക് അത്ര പിടിച്ചില്ല. ബാക്കിലെ പാർട്ടായാലും ഒരു കട്ട് പോലെ വരുന്നുണ്ടല്ലോ, എനിക്ക് അത്ര പിടിച്ചില്ല. ലുക്ക് തന്നെയായിരുന്നു എനിക്ക് അതിൽ ബേസിക് ഫാക്ടർ ഇഷ്ടപ്പെടാത്തതിന്. ഫ്രണ്ടെല്ലാം ഓക്കെ ആയിരുന്നു. ബാക്കിലോട്ട് പോയപ്പം താർ എക്സ്റ്റെൻഡ് ചെയ്താണ് ടെക്നിക്കലി, കാര്യങ്ങളെല്ലാം വ്യത്യാസമാണെങ്കിലും അപ്പം അതിലോട്ടൊരു താല്പര്യം പോയിട്ടില്ല. അപ്പം താർ റോക്സ് വന്നിട്ട് അത് മതിയായിരുന്നു തോന്നിയില്ല? ഇല്ല, തോന്നിയില്ല. ഓടിച്ചോ റോക്സ്? താർ ഓടിച്ചിട്ടുണ്ട്, റോക്സ് ഓടിച്ചിട്ടില്ല. സെയിം സസ്പെൻഷൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിലും വന്നിരിക്കുന്നത്. മെയിൻ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, അതിൻ്റെ ഇടയ്ക്ക് ഒരു താർ നമ്മൾ കണ്ടാൽ നോക്കി നിന്ന് പോയല്ലേ, പ്രത്യേകിച്ച് ആ ഒരു കളറ് വെറൈറ്റി, കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കളറാണ്. ഓക്കെ, മൈലേജിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞോളൂ, വെർസസുമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ലോങ് ഡ്രൈവിൽ കിട്ടുന്ന മാക്സിമം മൈലേജ് എത്ര കിട്ടിയിട്ടുണ്ട്? നോർമലി എത്ര കിട്ടാറുണ്ട്? ഓക്കെ, ഞാനിപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് ഇങ്ങോട്ട് കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം എനിക്കൊരു 13.3 ആണ് ആവറേജ്, ഹൈവേ പ്ലസ് സിറ്റി. അത് ശരി. അതായത് കിയ സോണറ്റിനും
മാരുതി ഫ്രോങ്സിനൊക്കെ ടെർബോ ഒക്കെ കിട്ടുന്ന മൈലേജ് ഇതിന് കിട്ടും. ഓക്കെ, മൈലേജ് ഇഷ്യൂ ഇല്ല. ഡീസലാണ്. ഓക്കെ, പിന്നെ ഹൈവേ എനിക്കൊരു ക്രൂസൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് പോവാണെങ്കിൽ ഒരു 17-18 ഒക്കെ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അത് ശരി. അപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂരും അവിടെയും ഒക്കെ ട്രിവാൻഡ്രം പോയി വരുമ്പോഴൊക്കെ 17-18 കിട്ടും. അവിടെയാണ് പ്രശ്നം. നമ്മുടെ റോഡ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഓക്കെ ഓക്കെ കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ഇതിൽ തന്നെ നമുക്കൊരു 20-21 കാണിക്കും. ഒരു 17-18 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ കാണിച്ചേക്കുന്ന പക്ക പറഞ്ഞതല്ല, ഒരു അതിൽ നിന്ന് കുറച്ചാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഹാപ്പിയാ? ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ. പിന്നെ വീൽ കപ്പ് അഴിച്ചു വെച്ചിരിക്കുന്നത് ഊരിയതാണ്. അതെ, ഇത് മഴയത്ത് നല്ല മഴയാണല്ലോ ഇപ്പോൾ. ചെളിയായി തുടച്ച് മതിയായതുകൊണ്ട് മാറ്റി വെച്ചതാണ്. നമ്മൾ വന്ന വഴിയും കുറച്ച് ശോകം റൂട്ടൊക്കെ ആയിരുന്നു. പ്രതീക്ഷിക്കുക നമ്മൾ വേറെ ലൊക്കേഷൻ പ്ലാൻ ചെയ്ത് നടന്നില്ല മഴയൊക്കെ കാരണം. സോ അങ്ങനെയുള്ള വഴികളിലൊക്കെ പോകുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു കോൺഫിഡൻസ് എന്തുമാത്രം കാര്യമില്ല ഇതിന്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ഇതിലോട്ട് പോയത്. അതുകൊണ്ടാണല്ലോ അതൊരു പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പം ഇവിടുന്ന് തൃശ്ശൂർ പോവാണെങ്കിൽ ചാലക്കുടി അവിടെയൊക്കെ ഇഷ്ടംപോലെ പണി കിടക്കുന്നുണ്ട്. അപ്പം വണ്ടികൾ സൈഡിൽ ഇങ്ങനെ നിർത്തി കിടക്കും. സൈഡിൽ ചെളിയും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സുഖമായിട്ട് സൈഡിൽ കൂടെ പോകും. ആലപ്പുഴ അങ്ങോട്ട് പോയാലും സെയിം ഇഷ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് പൊളിഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അത് ഉച്ചസായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു. സെൽറ്റോസ് ആണെങ്കിലും പറ്റും, പക്ഷെ നമുക്കൊരു സമാധാനമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ്, റണ്ണിങ് കോൺഫിഡൻസ് കിട്ടില്ല. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, സസ്പെൻഷൻ എങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് പേടികൾ ഉണ്ടാവും. ഇതിന്റെ സസ്പെൻഷൻ എങ്ങനെ ഉണ്ട്? അതെങ്ങനെ? സസ്പെൻഷൻ സ്റ്റിഫാണ്. പറഞ്ഞ ഒരു ബമ്പ് ചാടുമ്പോൾ നമ്മൾ നല്ലപോലെ ഉള്ളിൽ കിടന്ന് കുലുങ്ങുന്നുണ്ട്. പക്ഷെ ഈ വണ്ടിക്ക് വേണ്ടത് അതാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ കംഫർട്ട് കൂടുമായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കംഫർട്ട് നോക്കുന്നില്ല. ഒരു പക്ക ഫാമിലി കാർ എന്നല്ല, കുറച്ചൊരു ഡ്രൈവിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ചൊരു അതൊന്ന് ബാഷ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണെങ്കിൽ ബെസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് വേണമെങ്കിൽ സ്കോർപിയൻ ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ ആഡിലൊക്കെ ഉണ്ടായിരുന്ന സെയിം ഫോറസ്റ്റ് ഗ്രീൻ കളർ തന്നെ സ്വന്തമാക്കി. ഈ കളർ തന്നെയായിരുന്നു നോക്കിയത്? അത് തന്നെയാണ് നോക്കിയത്. ഒരു ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞു റെഡി ആയിട്ട്. ഞാനിപ്പോൾ എനിക്ക് വെയിറ്റിംഗ് പീരീഡും കുറവായിരുന്നു. എനിക്ക് 2 months അടുപ്പിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ ഈ കളർ തന്നെ എനിക്ക് എന്തായാലും വേണമായിരുന്നു. ഓക്കെ, അത് തന്നെ കിട്ടി. ഓക്കെ, പിന്നെ EVs കുറച്ച് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കോട്ടെ. താല്പര്യമുണ്ടോ ഇതിലോട്ട്? ഞാൻ ഡീസൽ മാത്രം ഓട്ടിച്ച് ഇത്രയും ഓൺ ചെയ്ത എല്ലാ കാർസും ഡീസലായിരുന്നു. പെട്രോളിലോട്ട് പോലും പോകാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ EV എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു മാറ്റമായിരിക്കും. ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പം അതിലോട്ട് താല്പര്യമില്ല. അപ്പം സജഷൻസ് എന്തെങ്കിലും യൂസേഴ്സ് മീൻസ് വീഡിയോ കാണുന്നവർക്ക് കൊടുക്കാൻ, മീൻസ് താർ റോക്സിലോട്ട് പോകണോ, സ്കോർപിയോ എന്നിലോട്ട് പോകണോ, ഹാരിയറിലോട്ട് പോകണോ, അല്ലെങ്കിൽ നമ്മുടെ XUV 700 പോകണോ എന്നുള്ളതിന് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? പോയിന്റ്സ് എന്ന് പറയുമ്പം കംഫർട്ട് ബേസ്ഡ് ആണ് നിങ്ങളുടെ ഡ്രൈവ് എങ്കിൽ, പറഞ്ഞൊരു പ്രോപ്പർ ഫാമിലി കാറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് XUV 700 അതിലേക്ക് സഫാരിയിലേക്കൊക്കെ പോവാം. ഓക്കെ, കാരണം ഇതിൻ്റെ പറഞ്ഞ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. നല്ല അത്യാവശ്യം കുലുക്കവും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് 2 സീറ്റ് അത്ര നമ്മൾ അറിയില്ലെങ്കിലും ബാക്ക് സീറ്റിൽ നല്ലപോലെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ചെറിയൊരു പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പമ്പൊക്കെ ചാടുവാണെങ്കിലും ഒരു ചെറിയൊരു എടുത്തടിക്കുന്ന ഒരു ബാക്ക് സീറ്റിൽ ആൾക്കാർക്ക് ഫീൽ വരും ഇതില്. കാരണം പിന്നെ ബോഡി റോളും കൂടുതലുണ്ട്. ഇടയ്ക്ക് മറ്റൊരു സ്കോർപിയോ മീൻസ് ഇടയ്ക്ക് മറ്റേ താറിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയില്ലേ, ബാക്കിലെ സസ്പെൻഷൻ ആ ഇഷ്യൂ വന്നിട്ടില്ല. എന്തോ ദൈവം സഹിച്ചത് സസ്പെൻഷൻ ആണ് ഇതിനും. അങ്ങനൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ അതൊരു നോർമൽ കേസ് വരുന്ന കാര്യമല്ല. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ്. ബാച്ച് ഡിഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നെഗറ്റീവ്സ് ചോദിക്കാൻ വിട്ടുപോയി. വണ്ടിയുടെ നെഗറ്റീവ്സ് കുറച്ച് ചോദിക്കാനുണ്ട്. അകത്തെ ബഗ് ഇഷ്യൂസിനെ പറ്റി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് സ്കോർപിയോനിൽ പറയാനുള്ളത്? ഒന്ന് ഈ പറഞ്ഞ ബോഡി റോളിന്റെ ഇഷ്യൂ. ഞാൻ ഈ ഇടയ്ക്ക് മൂന്നാർ എനിക്ക് റൂട്ട് പോകേണ്ട ആവശ്യമുണ്ട്. മൂന്നാറൊക്കെ പോകുമ്പം തിരിവും വളവൊക്കെയാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. ബോഡി റോള് നമ്മൾ അത്യാവശ്യം ഫീൽ ചെയ്യും. ഒരു വണ്ടി ഫുൾ ലോഡ് ആണെങ്കിൽ നല്ലപോലെ അറിയും. കാര്യടിച്ച് പോകണമെങ്കിൽ കുഴപ്പമില്ല. കാരണം വെയിറ്റ് കൂടുന്തോറും ഫോഴ്സ് കൂടുകയാണ്. വണ്ടി ഒരു ബോഡി സൈഡിലേക്ക് ചരിയുമ്പോഴത്തേക്കിനും അത്രയും വെയിറ്റ് അത്രയും ഫോഴ്സ് സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പം വണ്ടി കുറച്ചുകൂടെ ചരിയാനുള്ള ടെൻഡൻസി വരും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ നല്ലപോലെ ഫുൾ ലോഡ് ആണെങ്കിൽ കേട്ടോ. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പിന്നെ വലിയായിട്ട് ഡ്രൈവിംഗ് ആൾക്കാരല്ലെങ്കിലും പൊതുവെ വലിയ ഇഷ്യൂ വരത്തില്ല. പിന്നെ ഹൈവേസിൽ പോകുമ്പോൾ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു ഇഷ്യൂ നല്ലപോലെ സ്റ്റെബിലിറ്റി ഒരു 130 എബോവ് ഒന്നും അത്ര പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് ഇല്ല, നമുക്ക് കോൺഫിഡൻസ് പോകും ചോദിച്ചാൽ 100%. ഗോവയിൽ പോയപ്പോൾ എത്ര ടോപ്പ് കയറി? ഒരു 140-145 വരെ കയറിയിട്ടുണ്ട്. അതിലും ആ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ മാത്രമേ തോന്നുള്ളൂ. അത് നല്ല റോഡായതുകൊണ്ട് നമ്മുടെ ആ മംഗലാപുരത്ത് നിന്ന് അങ്ങോട്ട് ഉടുപ്പി റോഡ് അങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു.
അതേസമയം 700 ആയിരുന്നെങ്കിൽ ഒരു 150 170 ഒക്കെ കൂളായിട്ട് പോകാൻ പറ്റിയ അങ്ങനെ ഒരു കാര്യം. കാരണം എയർ പിടിക്കും, നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. ഒരു ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് നിർത്തുന്ന പോലെ നമുക്ക് തോന്നും. സോ ഇതിന്റെ എയറോഡൈനാമിക്സ് അതിനനുസരിച്ചല്ല വർക്ക് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പർപ്പസ് വേറെയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വേറെ നെഗറ്റീവ്സ്, ബഗ് ഇഷ്യൂസ് ഉണ്ട്. സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? സീറ്റിംഗ് കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ ഇപ്പം മറ്റേ ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത്, ലെതർ ഇട്ടല്ല. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ട്, കുറച്ചുകൂടെ എയറി ഫീലിംഗ് വരും. സ്വെറ്റിങ്ങും കാര്യങ്ങളും ഫാബ്രിക് സീറ്റിൽ കുറവാണ്. ഫാദർ ചോദിച്ചു ലെതറിന്റെ കവർ അടിച്ചുകൂടെ, പക്ഷെ അത് കുറച്ചുകൂടെ കംഫർട്ട് കുറവാണ് സത്യം പറയുന്നത്. കാണാൻ പക്ക നല്ല ഭംഗിയുണ്ടാവും, കംഫർട്ട് പക്ഷെ കുറവാണ് ആക്ച്വലി. ഫാബ്രിക് സീറ്റ്സ് ആണ് ബെറ്റർ. നമ്മുടെ ഗോൾഫ് GT പുതിയ ഇറങ്ങി, അതിന്റെ നോക്കിയാലും ഫാബ്രിക് ആണ് സീറ്റ് വരുന്നത്. കംഫർട്ട് ഒബ്വിയസ്ലി ഫാബ്രിക് സീറ്റ് തന്നെയാണ് വരുന്നത്. അതിലെ കാര്യത്തിൽ ഹാപ്പിയാണ്. ഹെഡ്ലൈറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആയിരുന്നു. അതെ, നമ്മൾ തന്നെ അതിന്റെ കാര്യം തീരുമാനമാക്കി. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി നമ്മൾ ചോദിച്ചില്ലായിരുന്നു, എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏകദേശം 25,000 ഞാൻ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും കാര്യം മനസ്സിലാക്കണം, ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം ഞാൻ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന ഒരാളുമാണ്. അപ്പം ആ സ്പീഡിൽ ഇത്രയും വെയിറ്റുള്ള വണ്ടിയെ പിടിച്ച് നിർത്താനായിട്ട് ഡിസ്ക് അത്രയും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബ്രേക്ക് പാഡിന് അത്രയും എഫേർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 25 ഏകദേശം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ വണ്ടികൾക്കും അതൊക്കെ തന്നെയാണ് ഒരു ആവറേജ് കിട്ടുന്നത്. ബ്രേക്കിംഗ് ഒക്കെ നല്ല പക്കാ ബ്രേക്കിംഗ് ആണ്. കാരണം ഫസ്റ്റ് നമ്മൾ പുതിയതായിട്ട് ഇറക്കുമ്പം ബ്രേക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു ഇടിച്ചൊരു കുത്ത്, ആ ഒരു ടൈപ്പ് ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല വണ്ടി. തൊടുമ്പോഴേ അങ്ങനെ 2 പേര് കൊടുക്കും. അപ്പം അവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തൊട്ടാ ബ്രേക്ക് ആണല്ലോ എന്നൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. അല്ല. അതെ. സ്റ്റിയറിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് ഇതിൽ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. വലിയൊരു വണ്ടിക്ക് ജസ്റ്റ് ഒരു ഫിംഗർ ഉണ്ട്, സുഖമായിട്ട് സ്റ്റിയറിംഗ് തിരിയുന്നുള്ളത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇപ്പം ഞാൻ താറിന്നാണ് അടുത്ത മഹീന്ദ്രയിലായിട്ട് ചാടുന്നത്. താറിൽ നമ്മൾ ഈ പിടിച്ച് വളച്ച് പോകുന്നൊരു ടൈപ്പിലായിരുന്നു. ഇതിലേക്ക് ഇപ്പം വെന്റേക്കാട്ടിലും സ്മൂത്തായെന്നുള്ളതാണ് സ്റ്റിയറിംഗ്. അത്രയും ഈസിയാണ്. നമുക്ക് സിറ്റിയിലായാലും ഒരു സ്ട്രെസ് ഇല്ല, നമ്മുടെ ഹാൻഡിന് സ്ട്രെസ് കുറവാണ്. ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റ് ആയിരിക്കുമല്ലോ? ക്ലച്ച് വലിയ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഡീസലാണെന്ന് പറഞ്ഞിട്ട് കാര്യത്തിലൊന്നും ബോധറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇല്ല, കഴിയുമ്പോൾ. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നെഗറ്റീവ്സ്. സജഷൻസ് പറയാനുള്ളതാ. നമ്മൾ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ്സിൽ ഏതൊക്കെ നെഗറ്റീവ്സ് ആണ് നിങ്ങളെ ബാധിക്കുന്നത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഡ്രൈവിങ്ങിൻ്റെ ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ചുള്ള നെഗറ്റീവ്സ് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊക്കെയായിരുന്നു നമുക്ക് സ്കോർപിയോ എന്നിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂവിൽ നമുക്ക് ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. 40,000 കിലോമീറ്റർ ഓടി 2 വർഷം കൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേട്ടത്. നല്ലൊരു ലോങ് ടേം റിവ്യൂ തന്നെയാണ്. ഇതിലും കിലോമീറ്റർ ഓടിയ വണ്ടികൾ ഗ്രൂപ്പിലുണ്ടോ? ആ ഗ്രൂപ്പിലുണ്ട്. അവർക്കൊക്കെ ലോങ് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ ഹാപ്പിയാണ്. മണാലിയൊക്കെ മീൻസ് അതുകൊണ്ട് വിട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ, എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് യൂസർ റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnf@gmail.com ആയിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ walkwithnf ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.